പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ കണ്ടില്ല നിങ്ങൾ ആന ആട്ടാണ് ആരും അറിയോ നമ്മളെ പ്രദേശവാസികളായ മണികണ്ഠൻ ആർത്തലക്കുന്നേൽ, അതുപോലെ തന്നെ പ്രകാശൻ വെള്ളാരംകുന്നേൽ, ആയിരം കാത്തൻ, അതുപോലെ തന്നെ ലാലു പ്രശാന്ത്, പൊന്നൂസ്, അഭിജിത്ത്, മേക്കാട് അപ്പച്ചൻ, ജയിൻരാജ്, അതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് ആളുകളൊക്കെ പാടെ കൂടി ആനനെ കാട്ടുക കയറ്റാണ്. എവിടെ അറിയോ? കൽക്കുണ്ടിലാണ്, നമ്മുടെ ജനവാസ മേഖല ആർത്തലക്കുന്നിലാണ് ഈ സംഭവം. അതും പകൽ 4 മണി 3:30-4 മണിക്കാണ് ഈ ആന കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആളുകളൊക്കെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണ സമയം, അതുപോലെ തന്നെ തൊടുന്നൊക്കെ സ്ഥലത്തു നിന്നൊക്കെ ജോലി കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത് ആന വന്നിട്ടുള്ളത്. എന്തായാലും അവിടുത്തെ പ്രദേശവാസികളൊക്കെ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആനനെ കയറ്റിയിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചത് സമയം അത് കുഞ്ഞിക്ക് പിന്നെ ഒരു 3:45-4 മണി ആയപ്പോഴാണ് ഇത് സംഭവം. പിന്നെ അവിടെ ആന വന്നിരിക്കുന്നത്. ഇതുവരെ ആയിട്ട് ഈ ഇത്രയ്ക്കൊരു ജനവാസ കേന്ദ്രത്തിലോട്ട് ആന വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്രയും താഴെ ഇറങ്ങി വരുന്നത്. സമയം 4 മണി. 4 മണിക്ക്, പകല് 4 മണിക്ക്, രാത്രിയല്ല, പകല് 4 മണിക്കാണ്. അവിടെ എൻ്റെ വീടിന്റെ തൊട്ട് മുന്നിൽ കൂടെയാണ് ഇതിൽ പോയിരിക്കുന്നത്. എൻ്റെ മകനും ഭാര്യയെല്ലാം ഇവരെല്ലാം അവിടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് നമ്മളെ സുഹൃത്തുക്കളെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇഷ്ടംപോലെ കോളനിയാണ്, ഇഷ്ടംപോലെ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പകല് ആ സമയത്ത് സ്കൂൾ വിട്ട് കുറെ കുഞ്ഞു കുട്ടികളൊക്കെ അതിൽ പോകുന്നൊരു വഴിയാണ്, കയറി പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇടപെട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട പോലെ ചെയ്യാറ്. അവിടെ ഫെൻസിങ് ഉണ്ടെന്ന ഒരു പേരേ ഉള്ളൂ. ഫെൻസിങ് ഫുള്ള് ചാർജ് ആകാനുള്ള പാനലില്ല, ചെറുതൊരെണ്ണ വെച്ചിരിക്കുന്നത്. അതിപ്പോ ഈ മഴക്കാലം അതിന്റെ പേരിൽ അത് ഫുള്ള് ചാർജ് ആവില്ല. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും കുറച്ചൊക്കെ മാറ്റം വരുത്തി പിന്നെ ഇനിയെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം പിന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇടപെട്ടിട്ട് ചെയ്തു തരിക. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. തൊട്ട് മുകളിൽ ഫോറസ്റ്റിൽ വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഈ മണികണ്ഠന്, കാശിരാജ, ഇങ്ങനെ പിന്നെ ജയിലണ്ണന്, ഇങ്ങനെ കുറെ പേരെല്ലാം കൂടെ കൂടിയിട്ടാണ് അവർ കയറ്റി വിട്ടിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ഇല്ല, അവരാരും വന്നിട്ടില്ലെന്നാ പറഞ്ഞു. വിളിച്ചിരുന്നോ? പോയ വെച്ചപ്പോ വരണ്ടായിരുന്നു പറഞ്ഞു. അല്ല, അതിപ്പം മേടിക്കേണ്ടി വരും. കാരണം ഇപ്പൊ ഇതുവരെ പിന്നെ ഞങ്ങൾക്ക് ആനനെയും പേടിക്കണം, കടുവാനെയും പേടിക്കണം, ഈ കൊണ്ട വന്യമൃഗങ്ങളെ മുഴുവൻ പേടിക്കണം. എങ്ങനെ ജീവിക്കാനോ ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല്? അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പിന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തുക. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങളവിടെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാവരും ആ വഴിക്കാണ് പോകുന്നതും വരുന്നതൊക്കെ. അപ്പൊ അതിന്റെ പേരിൽ പിന്നെ ഇനിയിപ്പോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്.